ഇന്നും ഈ ഒരുങ്ങി കെട്ടി പോണത് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാലോ, ഫുഡ് കഴിക്കാനാണല്ലോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. വെക്കേഷൻ തുടങ്ങിയപ്പോൾ മുതൽ എല്ലാവരും വന്നതുകൊണ്ടാണ്. എന്നാലും ഫുഡ് അടി കുറച്ച് കൂടുതലല്ലേ എന്നൊരു സംശയം. എന്നാലും ആ കുറ്റബോധമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ 3 പേരും മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടി ഇടയ്ക്കൊക്കെ മക്കളെയും മമ്മീനെയൊക്കെ ഒന്ന് പുറത്തിറക്കണ്ടേ. മക്കളെ കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് അവിഞ്ഞ് ഞങ്ങൾ ദോശ കഴിക്കാനാണ് കേട്ടോ പോണത്. മക്കളെയും മമ്മീനെയും ഞങ്ങളെയും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഒരു ഫുഡിനെ പറ്റി ആലോചിച്ചപ്പോൾ അത് ദോശയിലാണ് ചെന്നെത്തിപ്പെട്ടത്. മസാല ദോശ, നെയ്ദോശ, പൊടിദോശ തുടങ്ങി ദോശയുടെ പല വകഭേദങ്ങളും കൊണ്ടുവന്നു. പോരാത്തതിന് ഒരു ഊത്തപ്പവും ഒരു ചോള ഭട്ടൂരയും കൂടി അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ആ തിരക്കേറിയ ബീച്ചിലൂടെ 2 റൗണ്ടും അടിച്ച് ഞങ്ങൾ നേരെ പോയത് ഐസ്ക്രീം തിന്നാനാണ്. അവിടെ എത്തിയപ്പോൾ പിന്നെ മക്കൾക്ക് എല്ലാവർക്കും നേരത്തെ കണ്ടതിനേക്കാളും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഏത് ഐസ്ക്രീം വേണമെന്നുള്ള ചർച്ചകളും തെരഞ്ഞെടുക്കലും ഒക്കെ ആയിരുന്നു. ഐസ്ക്രീം ആയതുകൊണ്ട് മമ്മിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ബാബിയും അന്നുമോളും ഷെയ്ക്കാണ് ഓർഡർ ചെയ്ത്. ഞങ്ങൾ പലവർണ്ണത്തിലുള്ള ഈ ഐസ്ക്രീമുകളാണ് കേട്ടോ കഴിക്കണത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഇന്ന് ജിനും ജാൻവിയൊക്കെ അവളെ വീട്ടിൽ പോവാണ് കേട്ടോ. ജാൻവി എല്ലാവരും ഭയങ്കര ഒരു സാഡ് മൂഡിലാണ്. പോകാൻ ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അവിടുന്ന് പിടിച്ചു കൊണ്ടുവരുന്ന സീനാണ് കാണുന്നത്.